ഈ ഒരു ബർത്ത്ഡേ എനിക്ക് കുറച്ച് സ്പെഷ്യലാണ് കേട്ടോ. ഫസ്റ്റ് റീസൺ കുട്ടൂസുണ്ട്. പിന്നെയെന്ന് പറയുന്നത് ഞാനും ഏട്ടനും ഒരുമിച്ചുണ്ടാവുന്ന എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണിത്. നാളിൻ്റെ അന്ന് ഞാനും കുട്ടൂസും കൂടെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോയി. അപ്പോൾ ചോറൂണിന് ശേഷം കുട്ടൂൻ്റെ ഫസ്റ്റ് അമ്പലം വിസിറ്റാണ്. ഒരു ദിവസം രാവിലെ എണീറ്റ് വരുമ്പം ഇതാ ഈ ഒരു ഗിഫ്റ്റ് എന്നെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ബർത്ത്ഡേ മന്ത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ഓരോന്ന് വരിയായിട്ട് വരുന്നുണ്ടായിരുന്നു. എനിക്ക് ആദ്യം തന്നെ തന്നത് ഒരു സെൽഫി സ്റ്റിക്ക് വിത്ത് ട്രൈപോഡ്. ഇപ്പോൾ ഏതായാലും കുട്ടി വ്ളോഗിങ് ഒക്കെ തുടങ്ങിയതാണല്ലോ. പിന്നെ ഒരു ഫോൺ കവർ. ഇതിപ്പോൾ തേർഡ് ഗിഫ്റ്റാണ്. ബർത്ത്ഡേയുടെ അന്ന് 12 മണിക്ക് കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഏട്ടൻ ഒരുക്കിയ സെറ്റപ്പാണ് കേട്ടോ ഇത്. എക്സാം എഴുതുന്ന പോലെയാണ് ഇത് ചെയ്തിട്ടുണ്ടാവുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കിടന്നു കഴിഞ്ഞാൽ പിന്നെ മോന് പാൽ കൊടുക്കാൻ ഞാൻ കുറേ പ്രാവശ്യം എണീക്കും. അപ്പോൾ പിന്നെ ഹോളിൽ ലൈറ്റ് കണ്ടാൽ ഞാൻ എന്തായാലും പുറത്ത് വരും, സംഭവം ചീറ്റിപ്പോവും. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ ഇത് അടിപൊളിയായിട്ട് വന്നു. ഈ ഒരു ഹണി കേക്ക് ഞാൻ കുറേ കാലമായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ച സംഭവമാണ്. ഇപ്പോഴാണ് ടൈം ആയതെന്ന് തോന്നുന്നു. അതുപോലെ ഇതാ അവിടെ അമൂൽ ഡാർക്ക് ചോക്ലേറ്റ്, ഞാൻ 2 ദിവസമായിട്ട് ചോക്ലേറ്റ് ക്രേവിംഗ് ആയിട്ട് നടക്കുമായിരുന്നു. ഇവിടെ അടുത്തുള്ള കടയിലൊന്നും ഇത് കിട്ടിയിട്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ആഗ്രഹിച്ച സാധനങ്ങൾ കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെ തന്നെയാണ്. കട്ടിങ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ പിന്നെ ഡെക്കറേഷൻസൊക്കെ ഏട്ടൻ തന്നെ റിമൂവ് ചെയ്തു. ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരി ആയിരുന്നു കേട്ടോ. പത്തിരിയും മഷ്റൂം കറിയും. അപ്പോൾ ഏട്ടനൊരാഗ്രഹമായിരുന്നു മഷ്റൂം കറി ആയപ്പോൾ കോമ്പിനേഷനായിട്ട് പത്തിരി വേണമെന്ന്. ഈ ഒരു സാധനം ഞാൻ ഡെലിവറി കഴിഞ്ഞ് ഇവിടെ എത്തി ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് മെനു ഒന്ന് കട്ട് ചെയ്തതാണ്. കാരണം കുറച്ച് പാടല്ലേ. ഈ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഓരോ തവണയായിട്ട് സർപ്രൈസ് ചെയ്ത് എന്നെ ഹാപ്പി ആക്കാൻ ഏട്ടൻ്റെ സൈഡിൽ നിന്ന് ഒരു എഫേർട്ട് എന്തായാലും ഉണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ തിരിച്ചൊരു ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാമല്ലോ. ഹാപ്പി ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഇമ്പോർട്ടൻറ്റ്. ലഞ്ചിന് സ്പെഷ്യലി ഈ ഒരു ബീഫ് റോസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാ പച്ചക്കറിയും മീനും ഒക്കെ ഉണ്ട്. ഈവനിങ് ആയപ്പോൾ ഇതാ ആൻറ്റിയുടെ സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. ആൻറ്റിയുടെ മോളുണ്ടാക്കിയ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആയിട്ട്. ആൻറ്റിയുടെ മോളുടെയും എൻ്റെയും ബർത്ത്ഡേ സെയിം ദിവസമാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനത് ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ ഈ ഒരു കലാപരിപാടിയോടെ എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞു.